ഒന്ന് നിർത്തോ. ഒന്ന് വെയിറ്റ് ചെയ്യോ, ഞാൻ ഇപ്പൊ വരാം. സുമിത്ര ഇവിടെ? ബാബുവിനെ കാണാൻ. ഓ, ഞാൻ ബാങ്കിൽ പോയതാ ലോൺ അടയ്ക്കാൻ. അടവ് തീരാറായി. ഇനി 4-5 തവണകളൂടെ ഉള്ളൂ. തയ്യൽ ജോലികളൊക്കെ അങ്ങനെ പോകുന്നു. സുമിത്രേ, വിവരങ്ങൾ അറിഞ്ഞു. എത്ര ശ്രമിച്ചാലും സുമിത്രയുടെ ഭാഗത്ത് തെറ്റ് കണ്ടുപിടിക്കാനാവില്ല. പക്ഷേ ഒന്ന് മാത്രം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അത് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം ഇപ്പം എനിക്കുണ്ടോന്നറിയില്ല. എങ്കിലും ചോദിക്കുക. സുമിത്ര പൂർണ്ണ മനസ്സോടെയാണോ ഈ വിവാഹത്തിന് സമ്മതിച്ചത്? സുമിത്രയ്ക്ക് അതിന് കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല. ഇനി എങ്ങനെ കഴിഞ്ഞു എന്ന് തന്നെ ഇരിക്കട്ടെ. എന്നാലും ഡൈവേഴ്സ് കേസ് കോടതിയിലിരിക്കുമ്പോൾ അതിന്റെ വിധി വരാൻ പോലും കാത്തിരിക്കാതെ അങ്ങനെ ഒരു തിടുക്കത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നു? മനസ്സിന്റെ വിഷമം കൊണ്ട് ചോദിച്ചു പോയതാ, അല്ലാതെ വേദനിപ്പിക്കാനല്ല. അത്രമാത്രം സുമിത്ര ഞങ്ങൾ ഇഷ്ടപ്പെട്ടു പോയിരുന്നു. അമ്മായിക്ക് സ്വന്തം മകളായിരുന്നല്ലോ സുമിത്ര. എല്ലാം ഇല്ലാതാവുന്നല്ലോ എന്ന് ഓർക്കുമ്പോ ഒക്കെ വരാനുള്ളതായിരിക്കും അല്ലേ? വിധി ആർക്കും തടയാനാവില്ലല്ലോ. ഈ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ എന്തൊക്കെ സംഭവിച്ചു. സുമിത്ര മാത്രമല്ല, പ്രസാദും ഒരുപാട് മാനസിക പ്രയാസം അനുഭവിച്ചു. പ്രസാദിന് കിട്ടിയ ശിക്ഷ വളരെ ക്രൂരവുമായി. എല്ലാം സുമിത്രയ്ക്ക് അറിയാവുന്നതാണല്ലോ. പക്ഷേ പ്രസാദ് ഇപ്പൊ എത്ര മാറിപ്പോയി. എനിക്കറിയാം. പ്രസാദേട്ടൻ എന്നെ കാണാൻ വീട്ടിൽ വന്നിരുന്നു. ഞങ്ങളാരും അറിയാതെയാ പ്രസാദ് അങ്ങോട്ട് വന്നത്. കോടതിയിൽ ഹാജരാകാനുള്ള സമൻസില്ലേ, അത് ഞങ്ങൾ പ്രസാദിനെ കാണിച്ചിരുന്നില്ല. റിയാക്ഷൻ എന്താവുമെന്ന് ഭയന്നിട്ടാ. ആ കടലാസ് വായിച്ചിരുന്നെങ്കിൽ പ്രസാദ് സുമിത്രയെ കാണാൻ പുറപ്പെടുമായിരുന്നില്ല. ദിലീപ്, അതല്ലേ ആളിന്റെ പേര്? അതെ, അച്ഛന്റെ തീരുമാനമാണ്. ഞാൻ അനുസരിക്കുന്നു. മുമ്പും അച്ഛന്റെ തീരുമാനത്തിന് ഞാൻ വഴങ്ങിയിട്ടേ ഉള്ളൂ. മക്കൾക്ക് വേണ്ടി ഒരുപാട് വേദന അനുഭവിച്ച, ഇപ്പോഴും അനുഭവിക്കുന്ന അച്ഛനെ ഇനി വേദനിപ്പിക്കാൻ എനിക്കാവില്ല ചേച്ചി. വിവാഹ ജീവിതത്തെ പറ്റിയുള്ള എന്റെ സ്വപ്നങ്ങളൊക്കെ എന്നെ തകർന്നു കഴിഞ്ഞു. എന്തായാലും സുമിത്ര കാണാൻ കഴിഞ്ഞല്ലോ. മനസ്സിന് വളരെ സന്തോഷമുണ്ട്. വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോണമെന്നുണ്ട്. പക്ഷേ ഇനി അതിന് നിവർത്തിയില്ലല്ലോ. ഇനി എപ്പോഴെങ്കിലും കാണാം, ഇതുപോലെ വഴിവെക്കലോ മറ്റോ, അല്ലേ? ഞാൻ പോയിക്കോട്ടെ, ഓട്ടോ വെയിറ്റ് ചെയ്യുന്നു. ശരി.
അയ്യോ ഇതാരാ? സുമിത്രേച്ചിയോ? എന്റെ ഈശ്വരാ, വാ ചേച്ചി അകത്തേക്ക് വാ. പ്രേമേട്ടാ, ഇതാരാ വന്നിരിക്കുന്ന നോക്കിയേ. ആ ഇത് അത്ഭുതമായിരിക്കുന്നല്ലോ. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വരവ്. ബാബുവിനെ കാണാൻ വന്നതാ. ആ അപ്പ ഇവിടെയും. ആഹാ, ബാബുവിന് സുഖമല്ലേ മോളെ? ജയിലിൽ എന്ത് സുഖം ആന്റി. ഓ, ജയിലിലാണെങ്കിലും ഇപ്പൊ കൊറേ ദിവസങ്ങളായില്ലേ, പൊരുത്തപ്പെട്ട് കാണും. പിന്നെ ജയിലിൽ ഇപ്പൊ നല്ല ആഹാരമാണെന്ന് ആരോ പറയുന്നത് കേട്ടു. ആരാടാ പ്രേമ പറഞ്ഞേ? എനിക്കറിയില്ല. അയ്യോ മോളിരിക്ക്. പിന്നെ എന്തൊക്കെയാ മോളെ വേറെ വിശേഷങ്ങള്? ബന്ധം പിരിയുന്ന കാര്യമൊക്കെ എവിടം വരെയായി? ഉടനെ ഉണ്ടാവോ? എനിക്ക് അതൊന്നും അറിയില്ല. ഓ, എന്ന് പറഞ്ഞാ ശരിയാവില്ല മോളെ. നമ്മൾ പുറകെ നിന്ന് വക്കീലിനെ ശല്യപ്പെടുത്തണം. എന്നാലേ കേസ് പെട്ടെന്ന് തീരൂ. ഇല്ലെങ്കിൽ കുറെ കാലം എടുക്കും. മറ്റവരുടെ നിലപാടെങ്ങനാ? അവര് റെഡിയാണോ? അതോ ഇട്ട് വലിച്ചഴയ്ക്കുവോ? ആ, തലയ്ക്ക് സ്ഥിരമില്ലാത്തവനല്ലേ പ്രസാദ്. ചിലപ്പോ സമയത്തങ്ങ് കാല് മാറിക്കളയും. അതോടെ കാര്യം ആകെ കുഴയും. മോടെ ഇപ്പോഴത്തെ കല്യാണവും മുടങ്ങും. അമ്മ എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്? ജയില്, ഡൈവേഴ്സ്, കോടതി, വക്കീല്. എന്താടാ ചോദിച്ചാല്? പിന്നെന്താ, തൃശൂർ പൂരത്തെ പറ്റി ചോദിക്കണോ? വെടിക്കെട്ടിനെ പറ്റി ചോദിക്കണോ? വേണ്ട, തൽക്കാലം ഈ വെടിക്കെട്ടൊന്ന് നിർത്തിയാ മതി. സാരമില്ല പ്രേം, കുറെ നാളുകൾക്ക് ശേഷം എന്നെ കാണുകയല്ലേ ദാക്ഷായണി ആന്റി, അതുകൊണ്ടാ. അതുകൊണ്ടൊന്നും അല്ല, ഇത് അമ്മയുടെ ഫണ്ടമെന്റൽ നേച്ചറാ. കിളിച്ചതും മുളച്ചതും ഒക്കെ അറിയണം. ശരിയാ, അറിയണം. അങ്ങനെ ഒന്നുപോലെ കഴിഞ്ഞ 2 കുടുംബങ്ങളായിരുന്നു. അതുകൊണ്ടാ. മോള് പറയേ, വിശേഷങ്ങളൊക്കെ പറയേ. ആ നാട് എങ്ങനെയുണ്ട്? ആൾക്കാരൊക്കെ നമ്മളെപ്പോലെ ഇടപെടാൻ തക്ക സംസ്കാരമുള്ളവരാണോ? ആളുകളുമായൊന്നും ഞങ്ങൾക്കത്ര കോണ്ടാക്ട് ഇല്ല. അതേതായാലും നന്നായി. പിന്നെ അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. ഒടുവിൽ പട പേടിച്ച് പന്തളത്ത് പോയതുപോലെ ആവും. അതൊക്കെ പോട്ടെ, എന്നത്തേക്ക് ഇങ്ങോട്ട് പോരാൻ പറ്റും? ഉടനെ പറ്റില്ല. ഇനി സ്ഥലമാറ്റം ഇങ്ങോട്ട് തന്നെ കിട്ടണമെന്നുമില്ല. എന്നാലും ശ്രമിക്കുന്നുണ്ട്. ഇങ്ങോട്ട് തന്നെ കിട്ടാൻ ഇപ്പോഴേ ശ്രമിക്കണം സുമിത്ര. വിവാഹമൊക്കെ അടുത്തു വരല്ലേ. മാത്രമല്ല, ശങ്കർജി സാറിന് ഇപ്പൊ സുഖമില്ല. ആരുമില്ലാതെ അവിടെ കഴിയുന്നത് അത്ര സേഫ് അല്ല. അതെ ചേച്ചി, എത്രയും പെട്ടെന്ന് വരാൻ നോക്കണം. നിങ്ങളിവിടെ ഇല്ലാത്തോണ്ട് എനിക്കെന്തോ. അതെ അതെ, ശിക്ഷ തീർന്ന് ബാബുവും വരണം. എല്ലാവർക്കും അതൊരു ആശ്വാസമായിരിക്കും. സുമിത്രേച്ചി ഇരിക്കെ, ഞാൻ ചായ എടുക്കാം. വേണ്ട മോളെ, നേരം വൈകി. ഇനി നിന്നാ വീട്ടിലെത്തുമ്പോ വൈകും. ആഹാരം കഴിച്ചിട്ട് പോകാം മോളെ. അത് ഇനി ഒരിക്കലാവാ ആന്റി. വരട്ടെ. പ്രേം, ഞങ്ങളുടെ താരക്കുട്ടിയെ കൊണ്ട് ശല്യമൊന്നുമില്ലല്ലോ? കുറച്ച്. അത്യാവശ്യത്തിന് മാത്രമേ ഉള്ളൂ സുമിത്രേച്ചി. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഇനിയും വരണേ. വരാം. താരേ, ഡി താരേ. ദാ വരുന്നു. എന്താ? ദാ ഇതൊക്കെ ഒന്ന് അരിഞ്ഞേ. വലിയ ചിരി കേട്ടല്ലോ. എന്തായിരുന്നു ഇത്ര സന്തോഷിക്കാൻ? രായ്ക്ക് രാമനെ നാട് വിട്ടു പോയവര് വിസിറ്റിങ്ങിന് വന്നതോ? നാട് വിട്ടു പോയതൊന്നും അല്ല, ട്രാൻസ്ഫർ ആയി പോയതാ. ട്രാൻസ്ഫർ ചോദിച്ചു വാങ്ങി പോയതാണെന്നാണല്ലോ ഞാൻ കേട്ടത്. നാട്ടിൽ നിൽക്കാൻ വയ്യഞ്ഞിട്ട്. അതൊന്നും അറിഞ്ഞില്ലേ? അത് ഞാൻ അന്വേഷിച്ചില്ല. ഓ, ഇത്തരം കാര്യങ്ങളൊന്നും ഞാൻ നടന്ന് അന്വേഷിച്ചിട്ടില്ല.
ചെവിയിൽ ഇങ്ങോട്ട് വന്ന് കേറിയതാ. ശിക്ഷ എന്ന് തീരും? ഇത് ജീവിതകാലം മുഴുവനുള്ള ശിക്ഷയല്ലേ? ജയിലിൽ കിടക്കുന്നവന്റെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. ആരാ ജയിലിലല്ലാത്തത്? ദേ എന്നോട് തർക്കുത്തരം പറഞ്ഞാലുണ്ടല്ലോ. ചോദ്യം നന്നായിരിക്കണം, എനിക്ക് തർക്കുത്തരം വരില്ല. ഓഹോ. മോശം. അമ്മ എവിടെ പ്രസാദേ? കിടക്കുക, തലവേദന എന്ന് പറഞ്ഞു. അമ്മേ, എന്താ അമ്മേ, സുഖമില്ലേ? ഒരു ചെറിയ തലവേദന. ഞാൻ കടുപ്പത്തിലൊരു ചായ ഉണ്ടാക്കി തരാം. സാരമില്ല മോളെ, കുറച്ചു നേരം കണ്ണടച്ചു കിടന്ന് അങ്ങ് മാറിക്കോളും. ലോൺ അടിച്ചോ മോളെ? ഉവ്വ്. എന്താ മോളെ? പിന്നെ ഞാൻ സുമിത്രയെ കണ്ടമ്മേ. ഉവ്വോ, എവിടെ വെച്ച്? ഇങ്ങോട്ട് ഓട്ടോയിൽ വരുമ്പോ സുമിത്ര ബസ് കാത്ത് നിൽക്കുന്ന കണ്ടു. ജയിലില് ബാബുവിനെ കണ്ടിട്ട് തിരികെ പോവുമായിരുന്നു. എന്നിട്ട്? കുറച്ചു നേരം സംസാരിച്ചു. കൂടുതലും ഞാനാ സംസാരിച്ചത്. ചോദിക്കണ്ടെന്ന് വിചാരിച്ചിരുന്നതാ, എന്നിട്ടും അറിയാതെ ചോദിച്ചു പോയി സുമിത്രയുടെ വിവാഹത്തെപ്പറ്റി. എന്നിട്ട് സുമിത്ര എന്തു പറഞ്ഞു മോളെ? അവള് സമ്മതിച്ചിട്ടാണോ ഈ പുതിയ ആലോചന? സുമിത്ര ഒന്നും പറഞ്ഞില്ല, സമ്മതിച്ചെന്നോ ഇല്ലെന്നോ ഒന്നും. എന്താ മോളെ അതിന്റെ അർത്ഥം? സുമിത്രയുടെ സമ്മതം ഇല്ലാതെയാണ് അത് ഉറപ്പിച്ചതെന്നല്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, ഒരിക്കലും സുമിത്രയ്ക്ക് അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ ഒക്കില്ലെന്ന്. എന്തായാലും ഒന്നെനിക്ക് തോന്നി, ഒരു വല്ലാത്ത ധർമ്മസങ്കടത്തിലാണ് സുമിത്ര എന്ന്. അച്ഛൻ ഒരുപാട് നിർബന്ധിക്കുന്നുണ്ടാവും, അതിന് വഴങ്ങിക്കൊടുക്കുകയായിരിക്കും, എനിക്ക് ഉറപ്പുണ്ട്. എന്റെ പ്രസാദിനെ സുമേധയെ ഒരിക്കലും അവള് തള്ളി പറയില്ല. അങ്ങനെയൊരു ദുഷ്ടയാവാൻ സുമിത്രയ്ക്ക് കഴിയില്ല മോളെ. പ്രസാദിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റി നീ പറഞ്ഞു കേൾപ്പിച്ചില്ലേ? എല്ലാം പറഞ്ഞമ്മേ, ഒക്കെ മൗനമായി കേട്ടു നിന്നതേ ഉള്ളൂ. ആ മനസ്സിലെന്താണെന്ന് നമുക്ക് ഊഹിക്കാനാവില്ലല്ലോ. പക്ഷേ സുമിത്രയ്ക്കെല്ലാം മനസ്സിലായെന്ന് തോന്നുന്നു.